ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ്. ക്യാപ്സിക്കവും പിന്നെ കാബൂളി ചനയും കൊണ്ട് വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാബൂളി ചന തലേന്ന് പുതിർത്തിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് 4 വിസിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക് ഒരു 3 അല്ലി, പിന്നെ ഒരു പച്ചമുളക്. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട്, 1-2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ആദ്യം ഗാർലിക്ക് ഇടും. ഗാർലിക്ക് നന്നായിട്ട് മൂപ്പിക്കുക, നല്ല ബ്രൗൺ ആവുന്ന വരെ മൂപ്പിക്കുക. അപ്പോൾ മൂത്ത് വന്നു കഴിഞ്ഞാൽ പച്ചമുളക് ചീന്തിയത് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് ഉള്ളി നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളി ബ്രൗണായി വന്നിട്ടുണ്ട്. ഉള്ളി ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്സിക്കം മുറിച്ചത് അതിലേക്ക് ഇടും. എന്നിട്ട് ക്യാപ്സിക്കം നല്ല സോഫ്റ്റ് ആവുന്ന, നല്ല കുക്കാവുന്ന വരെ, അധികം സോഫ്റ്റ് ആവണ്ട, ഒന്ന് വാഴുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്യുക, ഒരു 10 മിനിറ്റോളം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത് വീണ്ടും സോട്ട് ചെയ്യുക. ഇത് കേർഡ് റൈസിൻ്റെ കൂടെയും പിന്നെ ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഈവൻ സാധാരണ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചന അതിലേക്ക് ഇടുക. ഒരു കപ്പോളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റും കൂടെ സോട്ട് ചെയ്യുക. അപ്പോൾ എത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് like, share, comment and subscribe. And thank you for watching. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു അഗെയിൻ.